എറണാകുളം കാക്കനാട് സൈക്കിൾ ഓടിക്കുന്നതിനിടെ 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ബാലിക മരിച്ച സംഭവത്തിൽ റോഡരികിൽ സംരക്ഷണ ഭിത്തി കെട്ടുന്ന ജോലി ആരംഭിച്ചു. ഈ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ മരണം അവിടെ നടന്നത്. തൃക്കാക്കര നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് തുക വിലയിരുത്തിയാണ് പണി ആരംഭിച്ചത്. സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത് എന്ന 24 വാർത്തയെ തുടർന്നാണ് ദ്രുതഗതിയിലുള്ള ഈ നടപടി. എന്തായാലും 24ൻ്റെ ഒരു ഇമ്പാക്റ്റിനപ്പുറം ഇത്തരം ഒരു നല്ല കാര്യം ചെയ്തല്ലോ എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട്. ബിപിൻ സി വിജയൻ ഈ പണി നടക്കുന്ന കാക്കനാട് നിന്നും തത്സമയം ചേരുന്നു. അവസാനം അങ്ങനെ സംരക്ഷണ ഭിത്തി കെട്ടുന്നു. നല്ല കാര്യം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ SKN, ഒരു റിഹാന കാത്തറിൻ എന്നുള്ളൊരു കുട്ടിയുടെ ജീവൻ കവർന്നത് അതായത് നാടിന്റെ മൊത്തം തന്നെ വേദനയായിട്ട് മാറിയിരുന്നു. അതിനുശേഷം ഇവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതായിരുന്നു പ്രധാന പ്രശ്നം. അന്ന് തന്നെ അത് ചൂണ്ടിക്കാണിച്ചതാണ്. ഇവിടെ നിന്നും താഴത്തേക്ക് കുഞ്ഞും സൈക്കിളും കൂടി മറിയുകയായിരുന്നു. ഈ റോഡിന്റെ പണി തന്നെ, ഇതിന്റെ ഘടന തന്നെ ഒരു അശാസ്ത്രീയമായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് ഈ സൈക്കിളിൽ സഞ്ചരിക്കവേ ഈ സംരക്ഷണ ഭിത്തിയിൽ തട്ടി താഴത്തേക്ക് മറിഞ്ഞായിരുന്നു റിഹാന ഖാദറിന് ജീവൻ നഷ്ടപ്പെട്ടത്. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നു. ഇപ്പോഴിതാ ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി കെട്ടുന്ന ജോലികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഇന്റർലോക്ക് ചെയ്ത കട്ടകളൊക്കെ മാറ്റി അങ്ങനെ ഒരു സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനുള്ള പ്രാരംഭ നടപടികളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷം അപ്പോൾ ഇവിടെ കുറച്ചുകൂടി അതിനൊരു സേഫ് ആവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തൃക്കാക്കര നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപ വകയിരുത്തിയാണ് ഇപ്പോൾ ഈ പണികൾ ആരംഭിച്ചിരിക്കുന്നത്. അന്ന് തന്നെ ഇത് ആരാണ് കെട്ടുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പഴിചാരലായിരുന്നു. കാരണം ഇത് ഫ്ളാറ്റിന്റെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഉടമകളോട് കെട്ടാൻ ആവശ്യപ്പെട്ടു എന്നുണ്ടെങ്കിലും അത് നടത്തിയില്ല എന്നുള്ളത് മുനിസിപ്പാലിറ്റി പറയുന്നു. എന്നാൽ മുനിസിപ്പാലിറ്റി അത് സ്വമേധയാ ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ളത് കൂടിയാണ് അവരുടെ ഒരു പക്ഷം ഉണ്ടായിരുന്നത്. ഇന്നലെ CPMന്റെ നേതൃത്വത്തിൽ LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തൃക്കാക്കര നഗരസഭയിൽ വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നത്. എഞ്ചിനീയറെ ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്, പ്രതിഷേധത്തിലേക്ക് അവിടെ പോയിരുന്നു. ഡിവൈഎഫ്ഐയും അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പണികൾ ആരംഭിച്ചിരിക്കുന്നത്. അന്ന് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചാണ്. അത്രയേറെ ആഴത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു ഫ്ളാറ്റ് സമുച്ചയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും SKN നിരവധി കുട്ടികൾ ഇവിടെ കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു മരണം സംഭവിക്കുകയും ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമെങ്കിലും ഒരു കണ്ണു തുറക്കൽ ഉണ്ടായിരിക്കുന്നു. ഇവിടെ പണികൾ ആരംഭിച്ചിരിക്കുകയാണ് SKN. ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പണികൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നഗരസഭ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നഗരസഭ ഇത്ര ദ്രുതഗതിയിൽ പണി ആരംഭിച്ചത് എന്തുകൊണ്ട് നന്നായി. കാര്യം ഒരു കുട്ടി മരിക്കേണ്ടി വന്നു. നമ്മളൊക്കെ ദ്രുതഗതിയിൽ ആക്ട് ചെയ്യാൻ എന്നുള്ളത് ഇപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.